ഇഷ്ടമല്ല എന്റെ ഗ്യാസിന്റെ മരുന്ന് കുടിച്ചിട്ടില്ല. ഉഗ്രൻ. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്പുഡൂസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോ ഇതാ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എത്ര വർഷമായി കഴിച്ചിട്ട്. സത്യം പറഞ്ഞ ഒരു 3-4 വർഷമെങ്കിലും ഞാൻ, 4 അല്ലേ അമ്മ? 4 ഷിയാമ്മ കഴിക്കാറില്ല. പക്ഷെ ഞാനൊരു മാക്സിമം ഒരു 5 വർഷമെങ്കിലും, 4-5 വർഷമെങ്കിലും ആയിക്കാണ് ഞാൻ ഈ സാധനം ഞാൻ കഴിച്ചു നോക്കിയിട്ട്. ഇതിന്റെ ഇത് അമ്മയ്ക്ക് കഴിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഗ്യാസ് വരുന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഹാർട്ടിന് കുഴപ്പമുള്ളതുകൊണ്ടേ ഗ്യാസ് അതാ പെട്ടെന്ന് ഗ്യാസ് വരും. ഇതല്ലേലും പെട്ടെന്ന് ഗ്യാസ് വരുന്ന സാധനമാണ്. പക്ഷെ ഇത് പഴുത്ത് ഇത് വിളഞ്ഞതാണ്. ഇതിങ്ങനെ വറുത്ത് തിന്നാനും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വറുത്ത് തിന്നുമ്പം ഗ്യാസ് ഉണ്ടാവും. പക്ഷെ ഇത് പുഴുങ്ങിയാലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കഴിക്കാൻ പേടിയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ചുകൂടി പറയട്ടെ. ഇതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് കൊണ്ട് തന്നത് എന്റെ സബ്സ്ക്രൈബറാണ് അമ്പാടി. ഇവിടെ അതാണ് അമ്മയുടെ കൂട്ടുകാരനും. ഇവിടെ അടുത്താണ് അവന്റെ വീട് കേട്ടോ. കുട്ടിയാണ് കേട്ടോ, കുട്ടി സബ്സ്ക്രൈബർ ആണ് കേട്ടോ. 7ാം ക്ലാസ്സിലോ പഠിക്കുകയാണ് അവൻ. പക്ഷെ എന്റെ യൂട്യൂബ് ഫാമിലിയിലെ ഒരു മെമ്പറാണ്, എന്റെ ഒരു സബ്സ്ക്രൈബർ ആണ്. കൊണ്ടുവന്നിട്ട് പറഞ്ഞ ചേച്ചി ഇതാ, ചേച്ചി ഇത് ചേച്ചിക്ക്, മാമി ഇതാ, അമ്മയ്ക്ക് കൊണ്ടുവന്നാണ്. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് അവൻ അറിയില്ലായിരുന്നു. എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ എന്തായാലും അവനൊരു ബിഗ് താങ്ക് യു അമ്പാടിക്കുട്ട. വലിയൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അവന് ആദിത്യ എന്നാണ് അവന്റെ ഫുൾ നെയിം. ഞാൻ അമ്പാടി എന്നാണ് വിളിക്കണം, വീട്ടിൽ അവൻ അമ്പാടി എന്നാണ് വിളിക്കണം. അപ്പൊ ഒരുപാട് ആദിത്യ എന്നല്ലേ അമ്മ? എനിക്ക് ഫുൾ നെയിം കറക്റ്റ് അറിഞ്ഞൂടാ. അമ്പാടി എന്ന് വിളിച്ചോളൂ. എല്ലാവർക്കും ഇപ്പൊ വീട്ടിൽ വിളിക്കുന്ന പേരെ അറിയാവുള്ളൂ. അപ്പം എനിക്ക് അമ്പാടിക്ക് ഒരുപാട് താങ്ക് യു. എനിക്കിത് കൊണ്ടു തന്നതിന്. ഒരുപാട് വർഷത്തിന് ശേഷം ഞാനിത് കഴിക്കാൻ പോവാണ്. ഗിരിജ ആന്റിക്കും താങ്ക് യു. അപ്പൊ എന്തായാലും ഇതിന് ചെത്തി വൃത്തിയാക്കി നമുക്ക് എന്തായാലും പുഴുങ്ങി കഴിക്കാം കേട്ടോ. ഞാൻ പുഴുങ്ങി കഴിക്കാനാണ് പോണേ, എനിക്ക് പുഴുങ്ങി കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇനി അത് അമ്മ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കാണാം, അല്ലേ അമ്മ? അപ്പൊ ഇതിന് തൊലിയൊക്കെ ഒന്ന് നൈസായിട്ട് കളയാനോ കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി നമുക്ക് കാണാം. പണ്ട് ഞങ്ങളവിടെ ഉണ്ടായിരുന്നത്, പണ്ട് നമ്മളെ ഈ വീട്ടില് ഇവിടെ ഒരു വലിയൊരു ചിമ്മപ്പിലാവെന്നാണ് ഇവിടെ പറയുന്നത്. കടച്ചക്ക എന്നൊക്കെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ കേട്ടതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഞങ്ങളൊക്കെ പറയുന്നത് ചീമപ്പിലാവ് കേട്ടാ. അപ്പൊ ഇവിടെ ചീമപ്പിലാവ് എങ്ങനെയാ അമ്മ? കുരു ഇല്ലല്ലേ? ഇതിന് കുരുവൊന്നുമില്ല. ഇത് പഴുക്കോ? ഇത് പഴുക്കുമ്പോ പഴുപ്പിച്ചില്ല. ഇത് പഴുക്കുമ്പോ തിന്നൊന്നും കൊള്ളൂല. ഇത് തീയല് വെക്കും, വറുക്കും, ഉപ്പേരി വെക്കും, പിന്നെ നല്ല ഉപ്പേരി മെഴുക്കുവരട്ടി വെക്കും, തോരൻ വെക്കും. കൂടുതലും പുഴുങ്ങിയൊക്കെ തേങ്ങയൊക്കെ തോനെ ഇട്ടിട്ട് തേങ്ങ തോനെ ഇടണം, നല്ല ടേസ്റ്റ് ഉള്ളു. ചിലവര് തേങ്ങാപ്പാൽ ഒഴിക്കും കേട്ടോ. തേങ്ങാപ്പാല് ഒന്ന് അടിച്ച് എന്നതോട് ചേർത്താലും മതി. ചേർത്താൽ ചക്ക പുഴുങ്ങുന്ന പോലെയാണ്. പക്ഷെ ചക്ക പോലെ തന്നെ നല്ല സാധനമാണ് ഇത്. പക്ഷെ ഇതൊക്കെ പണ്ട് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. എനിക്കുള്ളതേ ഉണങ്ങി പോവാണ് ഇത്. മരം ഞങ്ങളുടെ ഇവിടെയൊന്നും കിട്ടാനേ ഇല്ല കേട്ടോ. കൈലേട്ടോട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് ആരെ വീട്ടിലും. കൈലേട്ടാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ സൂപ്പറായില്ലേ? സൂപ്പർ. ചക്ക മുറിച്ച് കഴുകി വെച്ചു. ഇതാ കുക്കറിലാണ് കേട്ടോ വേവിക്കണേ. അതെന്താന്ന് വെച്ചാൽ കുക്കറിൽ വയ്ക്കുന്ന പെട്ടെന്ന് വേകാൻ വേണ്ടി. രാത്രിയല്ലേ? ഇതിനത്ര വേവില്ലല്ലോ അമ്മ. ഒരു വിസിൽ കേട്ടോ. വിസിൽ കേട്ടില്ലേ കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് വേവുന്ന സാധനമാണ് കേട്ടോ. വെള്ളം ഒഴിക്കണം അല്ലേ? കുറച്ചുകൂടെ ഉപ്പ് ഇതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. എത്ര കടച്ചക്ക ഉണ്ടോ? അതിന്റെ കടച്ചക്കയല്ല, നമ്മളെ ചീമച്ചക്കയെന്നാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കടച്ചക്ക. പിന്നെ നമുക്കട്ടെ ഇച്ചിരി വെള്ളം, വേകാൻ പാകത്തിനുള്ള വെള്ളം. അതിന്റെ മുകളിലേക്ക് ഇത്രയും തേങ്ങ വേണം.
ഇത് പോരെങ്കിൽ ഇത് ഇട്ടിട്ട് ഇത് ആയി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇടാം കേട്ടോ. തേങ്ങ വേണം എത്ര ഇട്ടാലും തേങ്ങ എത്ര ഇട്ടാലും സൂപ്പറാണ്. അപ്പൊ ഞാനും അമ്മയും കൂടെ അടിയായിരുന്നു തേങ്ങ എത്ര പോരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തേങ്ങ എത്ര ഇടുള്ളൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തേങ്ങ ഇനി വേവിച്ചിട്ട് എന്തായാലും തേങ്ങ വേവിച്ച് കഴിഞ്ഞാൽ കുറെ കൂടെ തിരുമ്പി എന്തായാലും തിരുമ്പി ഇടുന്നതാണ്. എന്റെ അമ്മന്റെ സ്വഭാവം എനിക്കറിയാലോ. അപ്പൊ ഇതാ സെറ്റായി. ചീമച്ചക്ക ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അല്ലേ അമ്മ? ഓക്കെ. ഇതെന്താന്ന് വെച്ചാൽ കുക്കറിൽ വേവിക്കാതെ അല്ലാതെ വേവിക്കുന്നത് സൂപ്പർ. പക്ഷെ കുക്കറിൽ വേവിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഇവക്ക് വിശപ്പ്. അപ്പൊ ഇതാ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ട് വരട്ടെ. ഇത് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാ നമ്മളെ ചീമച്ചക്ക ഇതാ റെഡിയായി. അടിപൊളിയായി. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ കേട്ടോ. കുറച്ചുകൂടെ തേങ്ങ ഇടണം. നമുക്ക് തേങ്ങ എത്ര കിട്ടിയാലും പറ്റത്തില്ല. കുറച്ചുകൂടെ തേങ്ങ മൊത്തം വേണം. കോമഡി പറയുന്നോ? തേങ്ങക്ക് 1 കിലോയ്ക്ക് 45 രൂപ വില. അമ്മ കണ്ടോ, അടിപൊളിയല്ലേ? ഇനി കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടാലുണ്ടല്ലോ സൂപ്പറാവും. പൊന്നൂസാ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്ക് തിന്നാമ. കുറച്ച് പഞ്ചസാര ഇടമ്മ കഴിക്കാൻ. കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടാൽ അടിപൊളിയാവട്ടെ. അതാ ഇങ്ങനെ ഷുഗർ രോഗികളൊന്നും കഴിക്കണ്ട കേട്ടോ. പഞ്ചസാര ഇട്ടു കേട്ടോ. അത് അടിപൊളി. പഞ്ചസാര നന്നായിട്ട് ഇനി ഇളക്കണം കേട്ടോ. എന്റെ കൂടെ മുളക് പൊടി എണ്ണ ഒഴിച്ചിട്ട് കഴിക്കുമോ? അല്ലെങ്കിൽ കുരുമുളക് പൊടി എണ്ണ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കഴിച്ചാൽ കേട്ടോ. സൂപ്പറാണ്. ചൂടുണ്ട്. അപ്പൊ ഇതാ ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചോളാം എനിക്ക്. മമ്മിയമ്മക്കേ ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെ കേട്ടോ. ഇഷ്ടമല്ല എന്റെ ഗ്യാസിന്റെ മരുന്ന് കുടിച്ചിട്ടില്ല. ഉഗ്രൻ. നീ ഒരു ചീമച്ചക്ക മൊത്തം അമ്മ കഴിക്കും. വഴക്കൂടിയാണ് നീ വെച്ചത്. രാത്രി 10 മണിക്ക് ചീമച്ചക്ക വെച്ചിരുന്നു. സമയം 10 മണി. ഇഷ്ടമാണ്. അടിപൊളി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ തിന്നാല. നിങ്ങളൊക്കെ എന്തായാലും കഴിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ കഴിക്കാണ്ടിരിക്കണേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ പോയി അത് മുഴുവൻ കഴിച്ചു തീർക്കട്ടെ കേട്ടോ. അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ.